ഏത് പ്രായത്തിലും നമ്മളെ ഉപദേശിക്കുവാൻ ആളുകൾ, ഏത് കാലത്തും നമ്മളെ പഠിപ്പിക്കുവാനും ആൾക്കാർ കാണും. പക്ഷേ പലപ്പോഴും ഈ ഉപദേശങ്ങളും ഈ പഠിപ്പീരുകളും ഒന്നും നമുക്ക് പ്രയോജനപ്പെടത്തില്ല എന്നുള്ളതാണ് സത്യം. അവരവരുടെ കുറേ തിയറീസ് പറയുന്നു, അവരവരുടെ കുറേ പ്രിൻസിപ്പിൾസ് പറയുന്നു, അവരവരുടേതായ കുറേ കാര്യങ്ങൾ, പക്ഷെ അതൊന്നും നമ്മുടെ ലൈഫിൽ ആപ്റ്റാകുന്നില്ല. അവിടെയാണ് മനുഷ്യന്റെ ഉപദേശവും ദൈവത്തിന്റെ ഉപദേശവും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിന്റെ ഉപദേശത്തെക്കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്. 32-ാം സങ്കീർത്തനം 8-ാം വാക്യം: ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. കുറെ തിയറീസ് പഠിപ്പിക്കാമെന്നോ കുറെ പ്രിൻസിപ്പിൾസ് പറയാമെന്നോ ഒന്നുമല്ല. പറഞ്ഞത് എന്താണെന്ന് അറിയാം? ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെക്കും, നിന്നെ നന്നായിട്ട് ഫോക്കസ് ചെയ്യും, നിന്റെ ചുറ്റുപാടുകളും അവസ്ഥകളും ഞാൻ നന്നായിട്ട് മനസ്സിലാക്കാം. എന്നിട്ട് അതിനാപ്റ്റായിട്ടുള്ള നിന്റെ അവസ്ഥയും നിന്റെ ചുറ്റുപാടുകളുടെ അവസ്ഥയും അറിഞ്ഞിട്ട് ഞാൻ നിന്നോട് സംസാരിക്കാം. അതാണ് ദൈവിക ആലോചനയുടെ പ്രത്യേകത. ഇനിയും ആലോചന പറയുക മാത്രമല്ല, അതിൻ്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി കാണിച്ചത്. കുറെ ഐഡിയോളജിയും പ്രിൻസിപ്പിൾസും പറഞ്ഞ് കർത്താവ് പോകുമെന്നല്ല, ഞാൻ നിന്നെ ഉപദേശിക്കുകയും അതിനപ്പുറം നിനക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകാനുള്ള ഒരു വഴി, ഒരു റൂട്ട്, ഒരു ഡോർ ഞാൻ ഐഡിയ പറയാൻ ഒത്തിരി പേര് കാണും. പക്ഷേ അതിനെക്കാട്ടിലെല്ലാറ്റും അവസ്ഥയറിഞ്ഞ്, നിലയറിഞ്ഞ്, നിലവാരം അറിഞ്ഞ്, ആർദ്രതയോടെ എന്നോടും നിങ്ങളോടും ചാരത്തണഞ്ഞ് ഇടപെടാൻ, സംസാരിക്കാൻ, വഴി നടത്താൻ കഴിയുന്ന ഒരു ദൈവം, ഐഡിയ പറഞ്ഞു തരുന്ന ഒരു ദൈവത്തെക്കാട്ടിലുപരി ഐഡിയയോടൊപ്പം വഴിയും കാണിച്ചു തരുവാൻ കഴിയുന്ന ഒരുവനാണ് എൻ്റെ ദൈവം. ഞാൻ ആ ദൈവത്തിൽ വിശ്വസിക്കുന്നു.